വാർത്തകളിലേക്ക്. കേരളത്തിന്റെ കായിക രംഗത്തിന് കരുത്തേകേണ്ടിയിരുന്ന മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം അവഗണനയ്ക്ക് നടുവിലാണ്. കായിക താരങ്ങൾക്ക് മികച്ച നിലവാരത്തിലുള്ള പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. പിന്നീട് സ്റ്റേഡിയത്തിന് നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ ഒന്നും ഫലം കണ്ടില്ല. ഇന്ന് തെരുവ് നായ്ക്കളും കന്നുകാലികളും വിഹരിക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു ഈ സ്റ്റേഡിയം. പഴയ മൂന്നാറിൽ ദേശീയപാത 85-നരികിലാണ് കേരളത്തിന്റെ കായിക രംഗത്തിന് കരുത്താകേണ്ടിയിരുന്ന മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉള്ളത്. മൂന്നാറിന്റെ തണുത്ത അന്തരീക്ഷത്തിലും ഉയർന്ന ഭൂപ്രകൃതിയിലും കായിക താരങ്ങൾക്ക് മെച്ചപ്പെട്ട പരിശീലനം ലഭ്യമാക്കി മികച്ച താരങ്ങളെ വാർത്തെടുക്കാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ വലിയ ലക്ഷ്യത്തോടെ നിർമ്മിച്ച സ്റ്റേഡിയം ഇപ്പോഴും അവഗണനയ്ക്ക് നടുവിലാണ്. പരിമിതികൾ കണക്കിലെടുക്കാത്തതിനാൽ തദ്ദേശീയരായ ആളുകൾ കായിക വിനോദത്തിനും വ്യായാമത്തിനും കായിക പരിശീലനത്തിനും സ്റ്റേഡിയം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്റ്റേഡിയം ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്ന ഒറ്റ ഉത്തരമേ എല്ലാവർക്കുമുള്ളൂ. കേരളത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റമായിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്പോർട്സ് ട്രെയിനിങ് സെന്റർ. ഇത് വന്നിട്ട് 17 വർഷം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. യാതൊരു വിധത്തിലുള്ള ഇവിടുത്തെ മൂന്നാറിലെ ചെറുപ്പക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ സ്റ്റേഡിയം വികസനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പച്ച വിരിച്ചു കിടക്കുന്ന പുൽമൈതാനം എന്നതിനപ്പുറം ഒരു സ്റ്റേഡിയത്തിന് വേണ്ടതായ നിർമ്മിതികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടില്ല. മഴക്കാലമായാൽ വെള്ളക്കെട്ട് നിറയും. തെരുവ് നായ്ക്കളും കന്നുകാലികളുമൊക്കെ വിഹരിക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു പേരിൽ മാത്രം പെരുമയുള്ള ഈ സ്റ്റേഡിയം. സ്റ്റേഡിയത്തോടുള്ള അവഗണനയിൽ തദ്ദേശികരായ കായിക താരങ്ങൾക്കിടയിലും പ്രദേശവാസികൾക്കിടയിലും പ്രതിഷേധം ശക്തമാണ്. ഇവിടെ മഴയൊക്കെ ആകുമ്പം ഇച്ചിരി വെള്ളമൊക്കെ ആയി തിങ്ങി കളിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറേ പരിമിതികളൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സാധിച്ചു തരുമായിരുന്നു നല്ലതായിരുന്നു. പിന്നെ ബാഡ്മിൻ്റൺ കോർട്ടും എല്ലാം ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പം എല്ലാത്തിനുമുള്ള സാഹചര്യമൊക്കെ ഒരുക്കി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ നല്ല ഓക്കെ ആയിട്ട് കളിക്കാൻ പറ്റും. സ്റ്റേഡിയത്തെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം ഇടയ്ക്കിടെ വന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. സ്റ്റേഡിയത്തിനായി നടത്തുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതികളും നടത്തിയ പദ്ധതികളും യഥാർത്ഥത്തിൽ ഫലം കണ്ടിട്ടില്ല. ഏക്കറുകളോളം ചുറ്റളവിൽ പരന്നുകിടക്കുന്ന സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുമെന്നും മത്സരങ്ങൾക്ക് വേദിയാക്കുമെന്നുമൊക്കെയുള്ള പല പ്രഖ്യാപനങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ്. പക്ഷേ ഒന്നും എവിടെയും എത്തിയില്ല. സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ സ്റ്റേഡിയം, ഫുട്ബോൾ മൈതാനം, സ്പോർട്സ് മെഡിസിൻ ആൻഡ് റിസർച്ച് സെന്റർ, അങ്ങനെ പോകുന്നു മുമ്പുണ്ടായ പ്രഖ്യാപനങ്ങൾ. മൂന്നാറിന്റെ മാത്രമല്ല, കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്താകാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് നാഥനില്ല കളരി പോലെ മൂന്നാറിൽ ഇങ്ങനെ കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.